നമ്മൾ ഇന്ന് ഇരുമ്പും പുളിയും കൂടെ ഒരു മീൻ പീര ചെയ്താലോ? കുഞ്ഞു കൊഴുവയാണ് കേട്ടോ കിട്ടിയേക്കണത്. തേങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ദെൻ കുഞ്ഞുള്ളി, ചെറിയ ഉള്ളി കുറച്ചധികം വേണം കേട്ടോ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് കൈ കൊണ്ട് നല്ലോണം തിരുമണം കേട്ടോ. നമ്മൾ മിക്സിയിൽ ചതച്ച് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റായി പോകും. അതുകൊണ്ടാണത് ആ ചട്ടിയിൽ തന്നെ ഇട്ട് നല്ലോണം തിരുമാൻ പറയുന്നത് കേട്ടോ. കുറച്ച് വെള്ളം കൂടെ എന്നിട്ട് അതിലോട്ടൊന്ന് ഒഴിക്കണം. അതിനുശേഷം നമ്മൾ ഇരുമ്പൻ പുളി ഉണ്ടല്ലോ, ചെമ്മീൻ പുളി എന്നൊക്കെ പറയും. ഇരുമ്പൻ പുളിയാണ് ഇന്ന് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് മീനകത്ത് ഇടാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയായി അരിഞ്ഞതും കൂടെ ഇതിൻ്റെ ഉള്ളിലോട്ട് ചേർക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കൊഴുവയില്ലേ, നമ്മുടെ കൊഴുവയും കൂടെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ചുപ്പും കൂടെ ചേർത്തതിന് ശേഷം കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തത്തിപ്പൊത്തി വയ്ക്കുക. കുറച്ച് വെള്ളം അധികം ചേർക്കരുത്, കാരണം ഓൾറെഡി തനിയെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നോളും. കണ്ടല്ലോ, ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമുണ്ട്. അപ്പോൾ അടച്ച് ചെറിയ തീയിൽ വേവിച്ച് കൊടുക്കുക, ചെറിയ തീയിൽ വേവിക്കുക കേട്ടോ. അപ്പോൾ കുഞ്ഞുമോൾ ഇന്ന് സ്കൂളിൽ പോയില്ല, കാരണം സ്കൂളിൽ വെച്ചൊരു ചെറിയ ആക്സിഡൻ്റൊക്കെ പറ്റിയിട്ട് പുള്ളിക്കാരത്തി ഇപ്പോൾ 2-3 ദിവസമായിട്ട് സ്കൂളിലൊന്നും പോകുന്നില്ല. ഞാൻ വഴിയേ പറയാം എന്ത് പറ്റിയതാണെന്ന് പറയാം. ഒരുപാട് ഞാൻ പേടിച്ച്, കഴിഞ്ഞ ദിവസമൊക്കെ നല്ലോണം ഒന്ന് പേടിച്ചത്, കാരണം വീഡിയോ ഓൾറെഡി സെറ്റ് ചെയ്ത വീഡിയോ ആണ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നേച്ചത്. അപ്പോൾ കൊഴുവ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരത്തി ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഇരിക്കണം. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഞാൻ കുറച്ച് അവൾക്ക് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക മീൻ പീരയാണ്. പക്ഷേ ഇത് ഇരിക്കില്ല കേട്ടോ, പെട്ടെന്ന് ചീത്തയിപ്പോൾ. നമ്മളിന്ന് വൈകുന്നേരം തന്നെ ചീത്തയിപ്പോൾ, പെട്ടെന്ന് തന്നെ ഉപയോഗിക്കുക. ഏറ്റവും നല്ല റെസിപ്പിയാണ്, ട്രൈ ചെയ്ത് നോക്കുക.